ഇന്ന് രാവിലെ കാണുന്ന കാഴ്ചയാണ്. സ്നോ വീണിട്ടുണ്ട്, പക്ഷേ അത് കോൺക്രീറ്റിലായതുകൊണ്ട് കാണാം. പുല്ലിലാവുമ്പോൾ അത് അത്ര കാണുന്നില്ല. അതൊരു നല്ല സൈനാണ്. കുറച്ചേ വീണിട്ടുള്ളൂ എന്നുള്ളൊരാശ്വാസം. നല്ല തണുപ്പുണ്ട്. ഫോർകാസ്റ്റിലുണ്ടായിരുന്നു സ്നോന്ന്. ദാ വീഴാൻ തുടങ്ങി. എത്ര നേരം ഉണ്ടാവുമെന്ന് ദൈവത്തിനറിയാം. എത്ര വീഴുന്നറിയില്ല. കാണാനും ഒന്ന് തൊടാനും രസമാണ്. സ്നോമാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സ്നോ ആണ്. ഇന്ന് ഗുരുവായൂർ ഏകാദശി. ഇവിടെ ഞങ്ങളുടെ ഇവിടുത്തെ അമ്പലത്തിൽ ക്വാഡ് സിറ്റി ഹിന്ദു ടെമ്പിൾ എന്ന് പറയും. പിന്നെ അവിടെ ഒന്ന് പോയി തൊഴാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോയാലോ ഇന്ന്? ഇന്നലെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇന്ന് സ്നോ വീണുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ലുക്കാണ് കുറച്ച് ഡേഞ്ചറസ് ആക്ച്വലി. ഇതിനി ഇപ്പോഴേ ഐസായി തുടങ്ങി. അതാണ് ഏറ്റവും ഡേഞ്ചറസ്, നടക്കാനും ഡ്രൈവ് ചെയ്യാനും. സ്നോവിനേക്കാളും ഡേഞ്ചറസ് ആണിത്. സ്നോ വീണുകൊണ്ടിരിക്കുന്നത് അത്ര കുഴപ്പമില്ല. പ്രത്യേകിച്ച് റോഡിൽ അത് കിടന്ന് മെൽറ്റ് ചെയ്യുന്നത് നല്ലൊരു സൈനാണ്. ഹൈവേയിലേക്ക് കയറുകയാണ്. ഇത് അയോവ സ്റ്റേറ്റ് ആണ്. ഇതിൽ ഹൈവേ പോയി ഞാൻ ഇലിനോയിലേക്ക് പോവാണ്. ഇലിനോയ് സ്റ്റേറ്റിൽ പോകാനായിട്ട് ഈ ബ്രിഡ്ജിൽ കയറണം. ഈ ബ്രിഡ്ജ് മിസിസിപ്പിയുടെ മുകളിൽ കൂടെ പോകുന്ന ബ്രിഡ്ജാണ്. മിസിസിപ്പി കാണാം സൈഡിൽ. ഇപ്പം നമ്മൾ ബ്രിഡ്ജിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഇലിനോയിൽ കയറി. ഇവിടെ ലെഫ്റ്റിൽ ആ ബോർഡ് കാണാം, വെൽക്കം ടു ഇലിനോയ്, ദ ലാൻഡ് ഓഫ് ലിങ്കൺ. ഇവിടെ എല്ലാ സ്റ്റേറ്റ്സിനും, അമേരിക്കയിലുള്ള 50 സ്റ്റേറ്റ്സിനും ഓരോ സ്റ്റേറ്റിനും പല പല ടാഗ് ലൈനാണ്. ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയാണ് അയോവയ്ക്ക്. എബ്രഹാം ലിങ്കണിൻ്റെ സ്മാരകമുള്ള ശവകുടീരം അങ്ങനത്തെ ഉള്ളത് കൊണ്ടാണ് ലാൻഡ് ഓഫ് ലിങ്കൺ എന്ന് ഇലിനോയ് സ്റ്റേറ്റിലാണ് ഷിക്കാഗോ. ഇപ്പം നമ്മൾ കണ്ട ബ്രിഡ്ജ് പുതിയതായിട്ട് പണിത ബ്രിഡ്ജാണ്. അതിന് മുമ്പ് വേറൊരു ബ്രിഡ്ജായിരുന്നു. അത് മുഴുവൻ അവർ പൊടിച്ച് കളഞ്ഞ് ആണ് ഈ പുതിയ ബ്രിഡ്ജ് ഉണ്ടായത്. ഇതുണ്ടായിട്ട് ഇപ്പോൾ ഒരു വർഷം കൂടുതലാവുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഇലിനോയ് സ്റ്റേറ്റിലേക്ക് കയറി. ഇവിടെയാണ് ഞാൻ പണ്ട് ജീവിച്ചിരുന്നത്. അത് കഴിഞ്ഞാണ് ഞങ്ങൾ മറ്റേ സൈഡിൽ, അതായത് അയോവ സൈഡിൽ പോയി താമസം തുടങ്ങിയത്. അതുകൊണ്ട് ഈ ദൂരം എന്ന് പറയുന്നത് ഒരു 10-15 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ. മിസിസിപ്പിയുടെ ഇപ്പുറമായാൽ ഇലിനോയ്, മിസിസിപ്പിയുടെ അപ്പുറമാണെങ്കിൽ അയോവ. അപ്പോൾ നമ്മൾ ഇലിനോയ് വന്നു. ഇനി ഞാൻ അമ്പലത്തിലേക്കുള്ള അടുത്ത 15 മിനിറ്റ് ഡ്രൈവ് ചെയ്യാം. ടെമ്പറേച്ചർ 24 ഡിഗ്രി ഫാരൻഹൈറ്റ്. അമ്പലത്തിലേക്ക് പോകുന്ന ഈ വഴി എനിക്ക് കാണാപ്പാടാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഈ അമ്പലമാണ് എൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു അമ്പലം ഭൂമി പൂജയ്ക്ക് മുമ്പ് തൊട്ടേ കണ്ടു തുടങ്ങിയ ഒരു സ്ഥലം. ഭൂമി പൂജയുടെ അന്നാണ് ഞങ്ങൾ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ, ഹോൾ ഭാരതം ഇന്ത്യ മുഴുവൻ ഉണ്ടെന്ന് പറയാം. കാരണം തെലുഗു, തമിഴ്, കന്നഡ, ഗുജറാത്തി, പഞ്ചാബി, നോർത്ത് ഇന്ത്യൻസ്, ബംഗാളി, മലയാളീസ്, എല്ലാവരും മറാഠി വിട്ടുപോയ ഗുജറാത്തി, എല്ലാവരും ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഞങ്ങളുടേത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മിസിസിപ്പിയുടെ ഒരു ട്രിബ്യൂട്ടറി ആയ ഒരു റോക്ക് റിവർ എന്ന് പറയും. അതിൻ്റെ വെള്ളം കാണാം. ഒന്നും ഐസായിട്ടില്ല, ഇനിയും കിടക്കുന്നു. കുറച്ച് ദിവസങ്ങളോടെ കഴിയുമ്പോൾ തണുപ്പ് കൂടുമ്പോൾ ഐസാവാറ്. ഈ അമ്പലമായിട്ടുള്ള എൻ്റെ ബന്ധം, മുമ്പ് ഞങ്ങൾ ഇലിനോയ് സൈഡിലായിരുന്നല്ലോ താമസിച്ചിരുന്നത്. അപ്പോൾ ഈ അന്നദാത പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു ഫണ്ട് റൈസർ തുടങ്ങി. അതായത് എല്ലാ ശനിയാഴ്ചയും ഫുഡ് കൊടുക്കും, ആൾക്കാരെ ഉണ്ടാക്കിക്കൊണ്ടുവരും. അത് നമുക്ക് വന്ന് കഴിക്കാം. അതിന് പേ ചെയ്യുമ്പോൾ അമ്പലത്തിൻ്റെ കടമുള്ളത് വീടാനാണത് യൂസ് ചെയ്യുക. അപ്പോൾ ആ അന്നദാത പ്രോഗ്രാം വളരെ സക്സസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു കാലം. ഇപ്പോൾ 16 വർഷമായി അമ്പലം വന്നിട്ട്. ഇപ്പോൾ അത് ഇടയ്ക്കൊക്കെ നടക്കും, ഇത്രയേ ഉള്ളൂ. പക്ഷെ മുമ്പ് അത് നടന്നിരുന്നപ്പോൾ ഞാനാണ് അതിൻ്റെ ഗൈഡ് ലൈൻസ് എല്ലാം ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നതും. അതിനുവേണ്ടി 15 മിനിറ്റ് ഡ്രൈവ് ഇങ്ങോട്ട്, 15 മിനിറ്റ് ഡ്രൈവ് അങ്ങോട്ട് എല്ലാം റെഡിയാക്കി കൊണ്ടുവയ്ക്കും. പിന്നെ നമ്മളെല്ലാം ഓൺലൈനാക്കി. പിന്നെ കാര്യങ്ങൾ പിന്നെ മുമ്പോട്ട് പോയി. പിന്നെ ഞാനതിൽ നിന്ന് വിട്ടു. പക്ഷേ ആ ഒരു ഡ്രൈവുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്. പിന്നെ
ഡെഫിനറ്റ്ലി ഇപ്പം അമ്പലത്തിലൊരു മാല ഉണ്ടാക്കണം, എല്ലാം വളണ്ടിയേഴ്സ് ആണല്ലോ. നമ്മുടെ നാട്ടിലെ പോലെ അമ്പലവാസികളും കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ തന്നെയാണ് മാല ഉണ്ടാക്കുന്നതും, നമ്മൾ തന്നെയാണ് കലശം കഴുകുന്നതും ഒരുക്കുന്നതും എല്ലാം. അതിൽ ഏറ്റവും കൂടുതൽ പറയാണ്ടിരിക്കാൻ വയ്യ, തെലുങ്കർ തന്നെയാണ്, തെലുഗു ആൾക്കാർ തന്നെയാണ് അതിന് മുൻകൈ എടുക്കുന്നത്. അത് പണം ചിലവാക്കാനാണെങ്കിലും ഈ അമ്പലം ഉണ്ടാവാനുള്ള കാരണം തന്നെ അവരാണ്. അവർ വിചാരിച്ചില്ലെങ്കിൽ പറ്റില്ല. ബാക്കിയുള്ളവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പൈസയുള്ള കോടീശ്വരന്മാരുണ്ട്, പക്ഷെ പണം ഇറക്കുന്നത് അമ്പലത്തിന് വേണ്ടി എപ്പോഴും ഏറ്റവും കൂടുതൽ തെലുഗു ആൾക്കാരാണ്. ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ ഈ ജീവിച്ചിട്ടുള്ള ഈ സ്ഥലത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം എൻ്റെ വീട് കഴിഞ്ഞാൽ ഈ അമ്പലമാണ്. അവിടെ ഞാൻ പല പ്രാവശ്യം നൃത്തം ഓഫർ ചെയ്യാൻ, ഈശ്വരന് ഓഫർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ മാല ഉണ്ടാക്കി, ആ മാല ഈശ്വരൻ്റെ ഐഡൽ, നമ്മുടെ വിഗ്രഹത്തിന് മുകളിൽ അത് ചാർത്തി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വലിയ വലിയ ഭാഗ്യങ്ങളായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. കുറേ മെമ്മറീസ് തന്നിട്ടുള്ള ഒരു അമ്പലമാണ്. ചീത്ത അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത മെമ്മറീസ് ചിലതൊക്കെ ഉണ്ട്. അത് ഈശ്വരൻ്റെ കുറ്റം കൊണ്ടല്ല, ഈശ്വരനെ സേവിക്കുന്ന പല പല ഗ്രൂപ്പുകളിലുള്ളവർ, അതൊരു പൂജാരി അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. പൊതുവെ മനുഷ്യരുടെ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള നൂലാമാലകൾ, അങ്ങനെ ഞാൻ പറയും. ഈശ്വരൻ അതെല്ലാം കണ്ട് അങ്ങനെ നിന്നിട്ടേ ഉള്ളൂ. എല്ലാം നല്ല വിഗ്രഹങ്ങളാണ് നമ്മുടെ മഹാബലിപുരത്തു നിന്ന് കൊണ്ടുവന്ന വിഗ്രഹങ്ങൾ. അത് ഇവിടെ ആദ്യം പൂജയ്ക്ക് അവിടെ കിടത്തിയിരുന്നപ്പോൾ അങ്ങനെ പല പല ഓർമ്മകളാണ്. ഭൂമി പൂജ തൊട്ട് ഞാൻ പറഞ്ഞ പോലെ അത് കഴിഞ്ഞ് ഇങ്ങനെ വിഗ്രഹങ്ങൾ കൊണ്ടുവന്നു, പിന്നെ അത് പ്രതിഷ്ഠിച്ചു. ആ പ്രതിഷ്ഠയുടെ സമയത്തും എനിക്ക് നൃത്തം അവതരിപ്പിക്കാൻ പറ്റി. നമ്മുടെ സ്വന്തം കരുണ ചെയ്യുവാൻ എന്ത് താമസം, അതുവരെ എനിക്ക് പാടി ചെയ്യാൻ പറ്റി. കാരണം അത് പെട്ടെന്ന് എന്നെ വിളിച്ച് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ അന്ന് ഉടുത്തിരുന്നത് ഭയങ്കര കോയിൻസിഡൻസ് എന്ന് വെച്ചാൽ കേരള സാരിയായിരുന്നു. അപ്പോൾ അത് തന്നെ ഉടുത്ത് ഞാൻ തന്നെ പാടി 2-3 പാട്ടുകൾ കുട്ടി മെഡ്ലേ പോലെ ചെയ്തു. അതിലൊന്ന് കരുണ ചെയ്യുവാനാണ്. അത് വലിയൊരു ഭാഗ്യം തന്നെ. പല ആൾക്കാർക്കും, പുതിയ ആൾക്കാർക്കും ഇവിടെ വരുമ്പോൾ അറിയില്ല. ഈ അമ്പലം വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഷിക്കാഗോ വരെ പോകണമായിരുന്നു ഒന്ന് തൊഴണമെങ്കിൽ. അമ്പലത്തിൽ തൊഴണമെങ്കിൽ 2 മണിക്കൂർ അങ്ങോട്ട് 2 മണിക്കൂർ ഇങ്ങോട്ട്. ഇപ്പോഴും എനിക്ക് ഡ്രൈവ് ചെയ്ത് വന്നാലേ കാണാൻ പറ്റൂ. 1/2 മണിക്കൂർ ഇങ്ങോട്ട് 1/2 മണിക്കൂർ അങ്ങോട്ട്. എന്നാലും 4 മണിക്കൂർ അല്ലല്ലോ, 1 മണിക്കൂർ. അതുകൊണ്ട് പറ്റുമ്പോഴൊക്കെ ഞാൻ ഇപ്പോഴും വന്ന് തൊഴും. അത് ഞാൻ കമ്മിറ്റിയുടെ ഭാഗമാണെങ്കിലും അല്ലെങ്കിലും അതുമായിട്ട് ഒരു ബന്ധമില്ല. അതൊക്കെ ബോണസ്. അങ്ങനെ ആൾക്കാർക്ക് എന്നെ ഉൾപ്പെടുത്താൻ തോന്നിയെങ്കിൽ അതൊരു ബോണസ്, അത്രയേ ഉള്ളൂ. പക്ഷെ ഭക്തിയും അതും ഇതുമായിട്ട് ഒരു കൂട്ടിക്കുഴയ്ക്കലിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴും ഞാൻ പറയും, ഞാനും ഭഗവാനായിട്ടുള്ള അല്ലെങ്കിൽ ഞാനും ദേവിയായിട്ടുള്ള ബന്ധം അതിൽ ഈ ബാക്കിയുള്ള മനുഷ്യന് വരുന്നില്ല. അത് അൺകണ്ടീഷണലാണ്. അമ്പലമാണ് ദൂരെ കാണുന്നത്. ഇവിടെ ഗോപുരത്തിൻ്റെ പ്രോജക്റ്റൊക്കെ നടക്കുന്നതേ ഉള്ളൂ. കുറേ പണിപ്പുരകളിലാണ്. അതുകൊണ്ട് ഒരു അമ്പലം ഉണ്ട്, അതിൽ ഇത്രയും പ്രതിഷ്ഠകൾ, 16ഓളം പ്രതിഷ്ഠകളും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ അമ്പലം നമുക്ക് തൊഴാൻ പറ്റുന്നു. പക്ഷെ കേരളത്തിലെ അമ്പലം പോലെയല്ല, വെങ്കടാചലപതിയായിട്ടാണ്. ടെമ്പറേച്ചർ 23 ആണ് പുറത്ത്. പ്രസാദവും കിട്ടി. തിരിച്ച് 1/2 മണിക്കൂർ ഡ്രൈവ്. നമ്മുടെ ഈ അമ്പലത്തിൽ 2 പൂജാരിമാരുണ്ട്. ആദ്യം ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരാളും കൂടെ വന്നു ഹെൽപ്പ് ചെയ്യാൻ. വളരെ നന്നായി പൂജകൾ ചെയ്യുന്ന, അലങ്കാരങ്ങളൊക്കെ വളരെ ഭംഗിയാണ്. പ്രത്യേകിച്ച് ശിവരാത്രിയുടെ സമയത്ത് അല്ലെങ്കിൽ ഗണേശ ചതുർത്ഥിയുടെ സമയത്ത് ഗണപതിയെ ഭസ്മത്തിൽ മാത്രം അല്ലെങ്കിൽ മഞ്ഞളിൽ മാത്രം, അങ്ങനെ പല പല, പിന്നെ ഈ ഫ്രൂട്ട്സ് വെച്ച് മാത്രം ഉള്ളതുണ്ട്.
ശാകംബരി എന്ന് പറഞ്ഞ മറ്റേ നവരാത്രിയുടെ സമയത്ത് ദുർഗ, അതൊക്കെ വളരെ ഭയങ്കര രസമാണ് അത് കാണാൻ. അത് നമുക്ക് തന്നെ അത്ഭുതം തോന്നും, ഇത്രയും ക്ഷമയോടെ ഇതെല്ലാം ചെയ്യണം. പിന്നെ ദേവിമാർക്ക് സാരി ഉടുക്കുന്നത് അവരെ പോലെ എക്സ്പേർട്സ് ഞാൻ കണ്ടിട്ടില്ല. അത്ര ഭംഗിയായിട്ടാണ് സാരിയൊക്കെ പ്ലീറ്റ്സ് എല്ലാം എടുത്ത് ഓരോന്നിനും ഓരോ രീതികളുണ്ട്. അതൊക്കെ അവർ പഠിച്ചു വന്നതാണ്, അവർ പഠിച്ച ആണല്ലോ, വേദ പഠനത്തിൻ്റെ കൂടെ ഉള്ളതാണ് ഇതെല്ലാം. അങ്ങനെ അവർ പഠിച്ച് ചെയ്യുന്നതാണ്, അതിൻ്റെ വ്യത്യാസമാണ്. വേറെ രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ആർക്കും മലയാളം അറിയില്ല. തെലുഗു ആൾക്കാരായിരിക്കും ഇവരെല്ലാ പൂജാരിമാർ സാധാരണ. അതുപോലെ ശില്പികളായിട്ട് വരുന്ന എല്ലാവരും തമിഴരായിരിക്കും. ഒറ്റ പൂജാരിക്കും മലയാളം അറിയണ്ടാവില്ല. തെലുഗു അറിയാം, ഹിന്ദി അറിയാം, തമിഴ് അറിയാം, കന്നഡ, മലയാളം അറിയില്ല. അതുകൊണ്ട് ഒരു പൂജാരി എൻ്റെ അടുത്ത് എപ്പോഴും കാണുമ്പോൾ സുഖമാണോ എന്നാ പറയാം, സുഖമാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നും, കാരണം ഭയങ്കര ജ്ഞാനസ്ഥനാണ്. പക്ഷേ സുഖമാണോ എന്ന് ചോദിക്കാൻ അറിയില്ല, സുഖമാണം എന്നാണ് ചോദിക്കുക. എനിക്ക് വളരെ എപ്പോഴും എനിക്ക് ചിരി വരും അത് കേൾക്കുമ്പോൾ. ഞാൻ പറഞ്ഞു സുഖമാണോ എന്നാണ്, പക്ഷെ പിന്നെയും അതന്നെ ചോദിക്കും സുഖമാണം. അപ്പോൾ അവർ ബാഗുന്നാര എന്നാണ് പറയാം, ഹൗ ആർ യു. ഞാൻ അങ്ങോട്ട് ബാഗുന്നാര ചോദിക്കും. അപ്പോൾ ഒരു രസമാണ്. അങ്ങനെ കുറേ വാക്കുകൾ തെലുഗുവിൽ പഠിച്ചു. പിന്നെ രണ്ടിൻ്റെയും ബേസ്, നമ്മുടെ മലയാളവും തെലുഗും ബേസ് സംസ്കൃതമാണല്ലോ. അതുകൊണ്ട് കുറേ വേർഡ്സ് പെട്ടെന്ന് മനസ്സിലാവും, ചില വേർഡ്സ് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ പൂജയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പൂജാരിമാരാരെങ്കിലും വന്ന് പെട്ടെന്ന് പറഞ്ഞാലൊക്കെ എനിക്ക് മനസ്സിലാവും, ഓ ഇത് തന്നെയാണല്ലോ നമ്മൾ പറയാ. ഒരു വ്യത്യാസമുള്ള വേർഡ് എന്ന് വെച്ചാൽ നമ്മൾ ഭസ്മം എന്ന് പറഞ്ഞാൽ ശീലിച്ചത്, പക്ഷെ ഇവരെല്ലാവരും വിഭൂതി എന്നാണ് പറയാം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആദ്യമൊക്കെ. ഇപ്പം എനിക്കറിയാം അവർ ഉപയോഗിക്കുന്ന വേർഡ്സ് ഒരു 90% അറിയാം, പൂജയ്ക്ക് യൂസ് ചെയ്യുന്ന വേർഡ്സ്. അല്ലാതെ പൂജ എക്സ്പെർട്ടൊന്നും അല്ല ഞാൻ. ഇപ്പോഴും എനിക്ക് ഒന്നും അറിയില്ല, പല കാര്യങ്ങളും എനിക്ക് പൂജ അറിയില്ല. അത് എല്ലാത്തിനും ഞാൻ നമ്മുടെ കേരളത്തിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിന് തന്നെ പറയുള്ളൂ. ഒന്നും അറിയാതെ ആണ് വളർന്നു വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ കണ്ട് പഠിച്ച ചില കാര്യങ്ങൾ മാത്രമേ ഇപ്പോഴും അറിയൂ. അത് കേരളത്തിൽ മാത്രം കാണുന്നൊരു പ്രത്യേകതയായിട്ടാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്. കാരണം തമിഴരുടെ ഇടയിലും കന്നഡികാസ് ആണെങ്കിലും തെലുഗു ആൾക്കാരൊക്കെ അവർക്കൊക്കെ പല കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാം. അവർ അടുത്ത ജനറേഷൻ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഷുവറില്ല കേട്ടോ. അത് ഞാൻ അധികം കണ്ടിട്ടില്ല. കാരണം എൻ്റെ സ്റ്റുഡൻസ് പലർക്കും ഒന്നും അറിയില്ല. ഞാനാണ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത്. പൂജയല്ല, ദൈവങ്ങളുടെ പേരാണെങ്കിലും അതായത് ദേവീ ദേവന്മാരുടെ പേരുകളാണെങ്കിലും ബേസിക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പലപ്പോഴും ഞാനാണ്. ഇവിടെ അടുത്തൊരു എയർപോർട്ട് ഉണ്ട്, അതാണ് ഈ ശബ്ദം. ക്വാഡ് സിറ്റി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. അവിടുന്ന് പോകുന്ന പ്ലെയിനിൻ്റെ ശബ്ദമായിരുന്നു അത്. തിരിച്ച് നമ്മൾ റോക്ക് റിവറിൻ്റെ മുകളിൽ കൂടെ പോവാണ്. ഇപ്പം സ്നോ ഒക്കെ ഒന്ന് നിന്ന് നല്ല തെളിഞ്ഞു. ഇപ്പം മിസിസിപ്പി കൂടുതൽ കാണാൻ പറ്റും, രണ്ട് സൈഡിലും കാണാം. മിസിസിപ്പിയാണ് ഈ കാണുന്നത്. മിക്കവാറും ഒറ്റയ്ക്ക് പോകാറുള്ള ഈ യാത്രയിൽ നിങ്ങളും കൂടെ ജോയിൻ ചെയ്യാൻ വലിയ നന്ദി. ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. അയോവയുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഫീൽഡ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. കാരണം ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കോൺഫീൽഡ്സ് ആണ്. അപ്പോൾ കോൺഫീൽഡ്സും ഓപ്പർച്യൂണിറ്റീസും കൂടെ ഒരുമിച്ചവരാക്കി ഫീൽഡ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് അയോവ പറയുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ചെയ്യുമ്പോഴല്ലേ എനിക്കറിയുള്ളൂ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി അടുത്ത വ്ളോഗിൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ഷോർട്ടിൽ കാണാം. ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.